Hey guys, welcome back to channel. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ യൻജീനെ കിങ് ആയിട്ടുള്ള ഹങ് ആകട്ടെ പിടിച്ചുകൊണ്ട് വരുന്നതും ഈ കിങ്ങിന്റെ ഒരു കോൺക്യുബൈൻ ആയിട്ടുള്ള മൊഗ്ജു ഇപ്പോൾ അവളെ വന്ന് മീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കിങ്ങിന്റെ ഒപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യയായിട്ട് കൂടെ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കോൺക്യുബൈൻ എന്ന് പറയാറുള്ളത്. അങ്ങനെ ഇപ്പം നമ്മുടെ യൻജീനെ ആ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു റിബല് വന്ന് കിങ്ങിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു മുറിവിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദ്യനിപ്പോ വന്ന് പരിശോധിക്കുകയും തക്ക നേരത്ത് യൊഞ്ചി എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽമെന്റ് പെരട്ടിയതുകൊണ്ടാണ് അവന്റെ ജീവൻ തന്നെ രക്ഷിക്കപ്പെട്ടെന്നും അല്ലെങ്കിൽ മരിച്ചു പോകാൻ കൂടി ചാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അവള് അന്ന് ആദ്യമായിട്ട് അവനെ കണ്ട സമയത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് കിങ്ങിന് ഇപ്പൊ മനസ്സിലാകുന്നത്. ഇതേ നേരം തന്നെ മൊഗ്ജു ഇപ്പോ കിങ്ങിന്റെ അടുത്ത് വന്ന് മാക്സിമം അവനോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ കിങ്ങിന് ഒരുപാട് കോൺക്യുബൈൻസ് ഉണ്ടെങ്കിലും അതിലേറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് മൊഗ്ജു. അങ്ങനെ ഇപ്പൊ മൊഗ്ജു കിങ്ങിന്റെ അടുത്ത് എന്തിനാണ് അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നേന്നും അവളോട് അവൻ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോന്നൊക്കെ മൊഗ്ജു ചോദിക്കുമ്പോൾ കിങ് ഇപ്പൊ അവളുടെ അടുത്ത് നിനക്ക് ആ ഒരു പെണ്ണിന്റെ അടുത്ത് എന്താണ് അസൂയുണ്ടോ ജലസി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് വേണ്ട കൃത്യമായിട്ടൊരു മറുപടി കിട്ടാത്തോണ്ട് അവളിപ്പോ അവളുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഒരു മെയ്ഡിന്റെ അടുത്ത് നമ്മുടെ യൻജീനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കണ്ടുപിടിച്ച് വരാനും അവൾക്കും കിങ്ങിനിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് സീക്രട്ട് ആയിട്ട് വാച്ച് ചെയ്യാനും അവൾ പറയുന്നുണ്ട്. മാത്രമല്ല യൊഞ്ചി എങ്ങാനും കിങ് ആയിട്ടുള്ള ജീഹന്റെ മനസ്സിൽ കയറി പറ്റിയോ എന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെ യൊഞ്ചിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവളിപ്പോൾ അവളുടെ മെയ്ഡിനെ ആ ഒരു കൊട്ടാരത്തിലെ ഏറ്റവും റെസ്പെക്റ്റഡും ഏറ്റവും ഹൈ റാങ്കിങ്ങും ഉള്ള നമ്മുടെ കിങ്ങിന്റെ ഗ്രാൻഡ് മദറെ കാണാനായിട്ട് വിട്ടിട്ട് പുള്ളിക്കാരിയോട് ഇങ്ങനെ കിങ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ നേരം മൊഗ്ജുവിനെ കാണാനായിട്ട് നമ്മുടെ കിങ്ങിന്റെ കുട്ടിക്കാലത്ത് അടുത്ത ഫ്രണ്ടും സ്റ്റേറ്റ് കൗൺസിലറുമായിട്ടുള്ള സോങ്ജെ എത്തുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഓരോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരിക്കെ തന്നെ സോങ്ജെ ഇപ്പൊ മൊഗ്ജുനായിട്ട് അവൻ ഈ കിങ്ങിന് വേണ്ടിയിട്ട് കുറെ പെൺകുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന നേരം അവരുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസും മറ്റൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവൻ ആ സാധനങ്ങളൊക്കെ നേരെ തന്നെ കൊണ്ടുവന്ന് മൊഗ്ജുവിന് കൊടുക്കുന്നുണ്ട്. കാരണം ആക്ച്വലി ഈ മൊഗ്ജു പറഞ്ഞിട്ടാണ് അവൻ ഇതുപോലെ കിങ്ങിനായിട്ട് ഓരോ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരാന്നുള്ള പേരിൽ അവരുടെ വീട്ടിലേക്കൊക്കെ കയറി അവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കുന്നത്. അങ്ങനെ ഇത്ര നാളും മൊഗ്ജു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണ് സോങ്ജെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോഴും മൊഗ്ജു ആകട്ടെ അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ജയനെ ഒരുപാട് അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ അവനിപ്പോ ഒരു മിനിസ്റ്റർ കൂടിയിട്ടായിട്ടുള്ള അവന്റെ അച്ഛനെ ചെന്ന് കണ്ടിട്ട് ഇനി മൊഗ്ജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും കാരണം അവരിപ്പോഴും നമ്മൾ അടിമകളെ പോലെ കണ്ടിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും അവനിപ്പോ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരിക്കും ഈ മൊഗ്ജുവിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ഇപ്പോഴത്തെ കിങ്ങിന്റെ ഒരു ശത്രുവായിട്ടുള്ള അവന്റെ അങ്കിള് കൂടിയായിട്ടുള്ള ജീസനാണ് തികച്ചും വെറുമൊരു പാവപ്പെട്ടവളായിട്ടുള്ള മൊഗ്ജുവിനെ കിങ്ങിനെ കോൺക്യുബൈൻ ആക്കിയിട്ട് ഇന്ന് അവൾക്ക് ഇത്രയും പവറും പ്രതാപമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അന്ന് മുതൽ അവൾ തങ്ങളെ ഭരിക്കാനായിട്ട് തുടങ്ങിയതാണെന്നും അതുപോലെ അവളുടെ സ്ഥാനത്തേക്ക് വേറൊരാൾ വരികയാണെങ്കിൽ അതും നമ്മളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാൾ വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് അവളുടെ കാലിന്റെ തുമ്പത്ത് കിടക്കേണ്ടി വരില്ലെന്നും അതിന് പറ്റിയ ആള് യൊഞ്ചിയാണെന്നും അവനിപ്പോ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം യൊഞ്ചിനെ കിങ് ഇച്ചിരി സ്പെഷ്യലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്നത് അവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ദിവസം അന്ന് രാത്രി ജയിലില് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നറിയാണ്ട് തന്റെ വിധിയെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് യൊഞ്ചിയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഗില്ലും. പക്ഷെ അപ്പോഴാണ് മാസ്ക് ഒക്കെ ധരിച്ച ഒരാൾ ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ഗാർഡ്സിനൊക്കെ ഇടിച്ചിട്ടിട്ട് നേരെ അവരെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്നത്. ആ ഒരു മാസ്ക് ഇട്ട ആളാകട്ടെ ഇപ്പൊ അവരെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു കോമൺ സെലിബ്രേഷനിലേക്കായിരുന്നു. അവിടെ അവനെ പോലെ തന്നെ മാസ്ക് ഇട്ട് ഒരുപാട് പേര് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും പരസ്പരം ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിലാണ് ഒരു മാസ്ക് ഇട്ട വ്യക്തി ഇപ്പൊ യൊഞ്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു പരിപാടി എങ്ങനെയുണ്ടെന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അവളാകട്ടെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അയാളുടെ മാസ്ക് എടുത്ത് മാറ്റുമ്പോഴാണ് അത് കിങ് ആയിട്ടുള്ള ഈഹൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ കിങ് സെറ്റ് ചെയ്തിരുന്ന വെറും ഒരു ഡ്രാമ മാത്രമായിരുന്നു. മാത്രമല്ല ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഗൊങ് എന്ന് പറഞ്ഞ ഒരാളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഗൊങ്ങിനെ കണ്ടിട്ട് നമ്മുടെ ഗില്ലിന് അവനോട് ചെറിയൊരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ശരിക്കും ഈ ഗൊങ് എന്ന് പറഞ്ഞ വെറും ഒരു എന്റർടൈനർ മാത്രമല്ല കേട്ടോ, നമ്മുടെ കിങ്ങിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഇത് ഇപ്പൊ തന്നെ ഒരു കാട്ടിൽ വെച്ച് ആരാണ് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന റിബൽ എന്ന് തിരിച്ചറിയാനായിട്ട് കിങ് ആയിട്ടുള്ള ഈഹൺ ഗൊങ്ങിനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം ഈഹൺ ആകട്ടെ യൊഞ്ചിനെയും അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗില്ലിനെയും കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് അയക്കുകയാണ്. മാത്രമല്ല തനിക്കിപ്പം നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ അവൾ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ അവളെയും അവളുടെ ഒപ്പം നടക്കുന്ന ആ ഗില്ലിനെയും കിങ് കൊന്നു കളയുന്നവരെ പറയുന്നുണ്ട്. ആക്ച്വലി ഈ കിങ് ആകട്ടെ യൊഞ്ചി അവന്റെ
അടുത്ത് ആദ്യം അവൻ കിങ് ആണെന്ന് അറിയാണ്ട് വളരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് അതിന്റെ ഒരു പകരം വീട്ടാനാണ് അവനിപ്പോ യഞ്ജിനെയും ഗില്ലിനെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോ അവർ റോയൽ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് അവര് എക്സ്പെഷ്യലി അവർ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരങ്ങനെ കിച്ചണിലേക്ക് വന്നത് ഒന്നും ഇഷ്ടപ്പെടാതെ അവരിപ്പോ ഗില്ലിനെയും യഞ്ജിനെയും വിയോർഡായിട്ട് നോക്കുന്നു മാത്രമല്ല അവരെ പറ്റി കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ നേരം യഞ്ജി ആകട്ടെ ഇതൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വേണ്ടി എന്ത് ഡിഷ് ഉണ്ടാക്കുന്ന ആലോചിച്ച് അവൾ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ മാനിന്റെ ഒക്കെ ഇറച്ചിയിരിക്കുന്നത് അവൾ കാണുന്നത്. ഈ ഡിയർ മീറ്റ് വെച്ച് ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് അവളുടെ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് അവളിപ്പോ വളരെ കോൺഫിഡന്റ് ആയിട്ട് കിങ്ങിന് വേണ്ടി ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാണ്. അങ്ങനെ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മീറ്റ് വെച്ച് സ്റ്റീക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല പോലെ തന്നെ അതിനെ ഗാർണിഷ് ചെയ്ത് ഇതാ കിങ്ങിന് കൊണ്ട് സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈഹൺ ആകട്ടെ അത് കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അത് കഴിക്കുമ്പോൾ അവൻ വേറെ ഒരു വേൾഡിൽ തന്നെ എത്തുന്ന പോലെ അവന് ഫീൽ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അവൾ പറയുന്ന പല ഡിഷിന്റെ പേര് പോലും അവന് മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവൾ പറയുന്നൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഈഹൺ. നമ്മുടെ യൊഞ്ചി ആകട്ടെ നമ്മുടെ പ്രസന്റ് വേൾഡിൽ ജീവിച്ച കാരണം കൊണ്ട് നമ്മുടെ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ലൈവായി ഈഹണ്ണ് ആ ഒരു മീറ്റ് കുക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരം ശരിക്കും ഇതൊക്കെ നീ എങ്ങനെയാണ് പഠിച്ചതെന്ന് കിങ് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൾ താൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്ന് അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവൾക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നതെന്നാണ് ഈഹൺ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ കിങ്ങിന് ആ ഒരു ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവനിപ്പോ യഞ്ജിയുടെ അടുത്ത് തന്നെ ആ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ യഞ്ജി വളരെ പ്രൊഫഷണൽ തന്നെ ആയിട്ട് ആ ഒരു ഫുഡ് എടുത്ത് കഴിക്കുന്നതൊക്കെ വളരെ അതിശയിച്ച് നോക്കിയിരിക്കുകയാണ് കിങ് ആയിട്ടുള്ള ഈഹങ്. കാരണം യഞ്ജിയുടെ ഒരുപാട് മാനറിസംസ് കാണുമ്പോൾ അവനിപ്പോ മരിച്ചു പോയിട്ടുള്ള അവന്റെ അമ്മേനെയാണ് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ അമ്മ പണ്ട് അവൻ കുഞ്ഞായിരുന്ന സമയത്ത് അവന് വാരി കൊടുത്തതൊക്കെ ഇപ്പൊ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ഓർമ്മ വരുമ്പോൾ അവനിപ്പോ തനിക്കൊന്ന് ഫീഡ് ചെയ്ത് തരാവോ എന്ന് യോഞ്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത്തിരി മടിയുണ്ടെങ്കിലും ഇങ്ങ് പറഞ്ഞത് അനുസരിക്കാൻ പറ്റാതെ ഇരിക്കുന്നതുകൊണ്ട് അവളിപ്പോ അവന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പതിയെ പതിയെ അവര് ഇപ്പൊ നല്ല ഫ്രണ്ട്സിനെ പോലെ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് അവിടേക്ക് ഈ കിങ്ങിന്റെ കോൺക്യുബൈൻ ആയിട്ടുള്ള മൊക്ജു എത്തുന്നത്. ഈ കിങ് ആയിട്ടുള്ള ഈഹങ് റോയൽ കിച്ചണിലേക്ക് യഞ്ജീനെ കേറ്റിന്ന് കേട്ട ദേഷ്യത്തിന് അവനോട് അതിനെ പറ്റി ചോദിക്കാനായിട്ടാണ് മുക്ജുബ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പൊ അവന്റെ ഗാർഡ് മുക്ജു വന്നു എന്ന് കിങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ താൻ ഫുഡ് കഴിക്കുകയാണെന്നും ആരെയും കാണാൻ പറ്റില്ലെന്നും കിങ് പറയാണ്. പക്ഷെ എങ്കിലും അവള് ബലമായിട്ട് ആ വാതിൽ തുറക്കാൻ പോകുമ്പോൾ അകത്ത് കിങ്ങും യൊഞ്ചിയും അങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കുന്നൊന്നും ഇഷ്ടപ്പെടാതെ അവളിപ്പോ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ മുക്ജു പുറത്തു വന്നു മനസ്സിലാക്കി യൊഞ്ചി ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ എഴുന്നേക്കാൻ നേരം കിങ് അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചിട്ട് ആരെയാണ് പേടിക്കുന്നതെന്നും നിന്നെ ഇവിടേക്ക് അപ്പോയിന്റ് ചെയ്തത് ഞാനാണെന്നും ബാക്കിയുള്ളവരെ നീ പേടിക്കേണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം പറയാനായിട്ട് എന്തിനാണ് താൻ ഇത്രയും ക്ലോസ് ആയി പിടിച്ചെന്ന് ചിന്തിച്ചിരിക്കുകയാണ് യൊഞ്ചി. അങ്ങനെ ഇപ്പൊ അതിനൊക്കെ ശേഷം അവൾ തിരിച്ച് നടന്നു പോകുമ്പോൾ ഈ കിങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സോങ്ജി ഇപ്പൊ അവളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ മുക്ജു വന്നതും കിങ് അവളെ പറഞ്ഞയച്ചതൊക്കെ താൻ അറിഞ്ഞുവെന്നും എല്ലാവരോടും വളരെ ജലസിയും കുശുമ്പൊക്കെയുള്ള മുക്ജുവിന് നീ ഇപ്പൊ രാജാവായിട്ട് എടുത്തു പെരുമാറുന്നത് ഒട്ടും തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അവളുടെ ഒരു സ്വഭാവം വെച്ച് അവൾ നിന്നെ കൊല്ലാനായിട്ട് പോലും നോക്കുന്നു സഞ്ജയ് ഇപ്പോ അവൾക്കൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനിപ്പോ യൊഞ്ചിയുടെ അടുത്ത് മുക്ജുവിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതും നീ എന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിന്നെ മുക്ജുവിന്റെ അടുത്ത് നിന്ന് ഞാൻ രക്ഷപ്പെടാമെന്നും ഇങ്ങ് നിന്റെ അടുത്ത് പറയുന്ന നീ അറിയുന്ന കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് നീ എന്നെ വന്ന് അറിയിച്ചാൽ മതിയെന്നും അങ്ങനെ നീ എന്റെ ഒരു സ്പൈ ആയിട്ട് ഇരുന്നാൽ മതിയെന്നും ഇപ്പൊ അവൻ യഞ്ജിയുടെ അടുത്ത് പറയുമ്പോൾ അവൾക്കും പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ലാത്ത കാരണം അവൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തിരികെ ഒരു കണ്ടീഷനായിട്ട് കൊക്കയിലേക്ക് വീണ സമയത്ത് ഇങ്ങ് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഹാൻഡ് ബാഗ് തിരികെ കൊടുക്കണമെന്ന് അവളിപ്പോ സഞ്ജയുടെ അടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി സഞ്ജയ് ആകട്ടെ ഇത്ര നാളും മുക്ജുവിന്റെ ഒരു സെർവന്റ് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മുക്ജു പറയുന്ന ഓരോ വാക്കിനും കിങ്ങിന് അത്രയും വിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോ കിങ്ങിന്റെ അഫെക്ഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും കിങ് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇത് കുക്കായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ യൊഞ്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നും അവളുമായിട്ട് ക്ലോസ് ആവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് യൊഞ്ചി ഇപ്പോ മാക്സിമം യൊഞ്ചിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ പിറ്റേ ദിവസം ആകട്ടെ രാജ്യത്തുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം കിങ്ങിനെതിരെ തിരിയാണ്. ഒന്നാമതായിട്ട് അവൻ അങ്ങനെ ഒരു ഫീമെയിൽ ആയിട്ടൊരു കുക്കിനെ കിച്ചണിലേക്ക് കൊണ്ടുവന്നതും രണ്ടാമതായിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ഒരു ഗവർണറിനെ കിങ് തന്നെ വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആകട്ടെ ശരിക്കും ആ ഒരു ഗവർണറിന്റെ വീട്ടില് കുക്കായിട്ടുള്ള യഞ്ജി വന്നിട്ട് രണ്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ വെല്ലുവിളിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങളൊക്കെ നടന്ന് ലാസ്റ്റ് ആ ഒരു ഗവർണറിന് ഈ ഒരു ശിക്ഷ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കാരണം യൊഞ്ചി എന്ന് പറഞ്ഞ് ഇപ്പൊ ആ മിനിസ്റ്റേഴ്സ് ഒക്കെ യൊഞ്ചി ഒരു ക്രിമിനൽ ആണെന്നും അവൾക്ക് ഒരു തക്കതായ ശിക്ഷ കൊടുക്കാനായിട്ടും കിങ്ങിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ മുക്ജുവിന്റെ അടുത്ത് അവളുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഒരു മെയ്ഡ് ഇപ്പൊ വന്നിട്ട് മുക്ജു പറഞ്ഞതുപോലെ തന്നെ യൊഞ്ചിയാണ് ആ ഒരു ഗവർണറിന്റെ വധശിക്ഷയ്ക്ക് പുറകിലെന്നുള്ള റൂമേഴ്സ് താൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് അവളിപ്പോ മുക്ജുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ യൊഞ്ചിനെ മനഃപൂർവ്വം തന്നെ കിങ്ങിന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്താൻ
കടത്തുവാനും അവളെ കൊട്ടാരത്തിന് വെളിയിലാക്കുവാനായിട്ട് ഉണ്ടാക്കിയൊരു റൂമർ ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ പാവം യഞ്ജീനെ മിനിസ്റ്റേഴ്സ് എല്ലാരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നതിന് കാരണം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കിങ്ങിന് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു സീനാണ് നമ്മള് ഫസ്റ്റത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ മിനിസ്റ്റേഴ്സ് ആരും ഒട്ടും തന്നെ വിചാരിക്കാണ്ട് കിങ് അപ്പോ അവളുടെ മേത്ത് കിടക്കുന്ന ഒരു കയറ് തന്നെ അവന്റെ സ്വോർഡ് എടുത്ത് തട്ടി മാറ്റിയിട്ട് ഇനി മുതൽ അവള് എന്റെ കിച്ചണിലെ റോയൽ കുക്കായിരിക്കുമെന്ന് പറയാണ്. പക്ഷെ ആ ഒരു സമയം തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരും ആകെ ഷോക്ക്ഡ് ആയി പോവാണ്. ഇപ്പൊ തന്നെ ചെറിയൊരു നേരത്തേക്ക് അവള് കുക്കായിട്ട് കിച്ചണിൽ കയറിയപ്പോ തന്നെ എല്ലാ ആളുകളുടെയും മുഖം ചുളിഞ്ഞതാണ്. ഇപ്പതേ അവള് ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള റോയൽ കുക്കും കൂടി ആകുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുന്നു സ്ത്രീകൾക്കൊരിക്കലും അങ്ങനെ കുക്ക് ആവാനായിട്ടുള്ള റൈറ്റ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് മിനിസ്റ്റേഴ്സ് ഒക്കെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം മുഗ്ജു ആകട്ടെ ഈ ഒരു കാര്യം കേട്ട് വളരെ ദേഷ്യപ്പെട്ടിട്ട് കിങ്ങിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് ഇതിൽ തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ നേരെ കിങ്ങിന്റെ ഗ്രാൻഡ് മദറിനെ കാണാനായിട്ട് ചെല്ലാണ്. കാരണം ആ ഒരു കൊട്ടാരത്തിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ആ ഒരു ഗ്രാൻഡ് മദറിനായിരുന്നു. പക്ഷെ മുഗ്ജു ആകട്ടെ യൊഞ്ചിയുടെ പുതിയൊരു റോയൽ കുക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താൻ പോലും അറിയാണ്ട് അങ്ങനെ ഒരു പുതിയ റോയൽ കുക്കിനെ നിയമിച്ചത് ഇഷ്ടപ്പെടാത്ത കിങ്ങിന്റെ ഗ്രാൻഡ് മദർ ഇപ്പോൾ അവളുടെ ആ ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കാമെന്ന് ഒരു ഐഡിയ പറയുമ്പോൾ മുഗ്ജു അതിന് ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു കോമ്പറ്റീഷനിൽ അവളെ തോൽപ്പിച്ച് അവളെ പറഞ്ഞയക്കാനായിട്ടാണ് മുഗ്ജു പ്ലാൻ ചെയ്യുന്നത്. ഇതേ നേരം അന്നത്തെ വർക്കൊക്കെ കഴിയുമ്പോൾ യൊഞ്ചിയും ഗില്ലിനെയും ഇപ്പൊ റോയൽ കിച്ചണിലെ കുക്കുമാരാക്കിയത് കാരണം കൊണ്ട് അവർക്ക് ഇപ്പൊ താമസിക്കാനായിട്ട് നല്ലൊരു സ്ഥലവും ഡ്രസ്സും ഒക്കെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ അവരുടെ ഫസ്റ്റ് ഡേ ജോലിക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ എവിടുന്നോ നിന്ന് വന്ന് രണ്ടുപേര് തങ്ങളുടെ കിച്ചണിലേക്ക് കയറിയിട്ട് അവിടുത്തെ റോയൽ കുക്കാവാന്ന് പറയുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത അവിടുത്തെ ആൾക്കാരിപ്പോ മനഃപൂർവ്വം തന്നെ കത്തിയുടെ മൂർച്ച കുറച്ച് വെച്ചും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചും മാക്സിമം അവൾക്ക് ട്രബിൾ വരുത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എന്റെ ഫസ്റ്റ് ഡേ തന്നെ ഇതുപോലെ പല കാര്യങ്ങളും നടക്കാമെന്ന് ഇതിനു മുമ്പുള്ള തന്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന യഞ്ജി ഇപ്പൊ മനഃപൂർവ്വം തന്നെ റോയൽ കുക്കിന്റെ പുതിയ ഒരു ഡ്രസ്സിലൊക്കെ അവിടേക്ക് എത്തിയതിനു ശേഷം ഇന്ന് തങ്ങളുടെ ഫസ്റ്റ് ഡേ ആണെന്നും ഇവിടുത്തെ സാധാരണ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് തനിക്ക് അറിയാത്ത കാരണം കൊണ്ട് ഇന്ന് താനൊന്നും കുക്ക് ചെയ്യുന്നില്ലെന്നും പകരം നിങ്ങൾ കുക്ക് ചെയ്യുന്നത് കാണാമെന്നും പറഞ്ഞ് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കുക്കുകൾക്ക് തന്നെ തിരിച്ച് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഴയ പോലെ ആക്കാനായിട്ട് അവരെല്ലാവരും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താൻ ജീവിതത്തിലൂടെ കുറെ അനുഭവിച്ചതാണെന്ന് അവളിപ്പോ ഗില്ലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളിപ്പോ കിങ്ങിന്റെ ആ ഒരു ഗ്രാൻഡ് മദർ വിളിച്ചിട്ട് ഈ അടുത്ത് നിനക്കായിട്ട് ഞാനൊരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അതിൽ നീ ഇവിടെ വർക്ക് ചെയ്യുന്ന റോയൽ കുക്കുകളുമായിട്ട് മത്സരിക്കുമെന്നും എങ്ങാനും നീ ആ ഒരു മത്സരത്തിൽ തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കൈ തന്നെ ആയിരിക്കും നീ അതിന് പേ ചെയ്യേണ്ടി വരുന്ന പ്രൈസ് എന്നും ആ ഒരു ഗ്രാൻഡ് മദർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് അവൾ ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും അവരോട് എതിർത്ത് ഒന്നും തന്നെ പറയാൻ പറ്റാത്തതുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് മുഗ്ജുവിനെ അവൾ കാണുമ്പോൾ ഇതിന്റെ എല്ലാം പുറകില് മുഗ്ജു ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം ആ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ 3 പേരായിരുന്നു ആ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ യൊഞ്ചിയും പിന്നെ അവരുടെ തന്നെ റോയൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന 2 സീനിയർ ആയിട്ടുള്ള ഷെഫുമാരും. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഗ്രാൻഡ് മദറും മുഗ്ജും എല്ലാവരും ആ ഒരു കോമ്പറ്റീഷൻ കാണാൻ ഇരിക്കെ തന്നെ അവിടേക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിങ്ങും എത്തുന്നുണ്ട്. കാരണം താൻ ഡയറക്റ്റ് ആയിട്ട് നിയമിച്ച തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുക്കിനെ തന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്തത് എന്തിനാണെന്ന് അവൻ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ പേരിൽ ഒരുപാട് റൂമേഴ്സ് ഇവിടെ സ്പ്രെഡ് ആവുന്നുണ്ടെന്നും മിനിസ്റ്റേഴ്സ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം താൻ ഓൾറെഡി അറിഞ്ഞുവെന്നും ഒരു പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ എങ്ങാനും അവൾ ജയിക്കുകയാണെങ്കിൽ അവളുടെ ആ ഒരു സ്കില്ല് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് പിന്നീട് ഈ ഒരു പ്രശ്നത്തിന് കുത്തിപ്പൊക്കി ആരും വരില്ലെന്നൊക്കെ ഗ്രാൻഡ് മദർ വരുമ്പോൾ കിങ്ങിനും ആ പറഞ്ഞതിൽ കാര്യം ഉണ്ടായതുകൊണ്ട് കോമ്പറ്റീഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. മാത്രമല്ല യീഹങ്ങും ഇപ്പോൾ അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു മത്സരം ഫെയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ആ ഒരു മത്സരത്തിൽ തോക്കുന്നത് ആരായാലും അതിപ്പോ തന്റെ റോയൽ കുക്കായിട്ടുള്ള യൊഞ്ചി ആണെങ്കിലും ബാക്കി 2 പേരാണെങ്കിലും അവരുടെ ഒരു കൈവച്ച് പോവുമെന്നും അവർക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. കാര്യം അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും യൊഞ്ചി ഈ ഒരു മത്സരത്തിന് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് അവൻ അവിടേക്ക് പാഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഉള്ളിന്റെ ഉള്ളില് അവള് ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുമെന്ന കോൺഫിഡൻസ് അവനുള്ളതായിട്ടും എന്ത് വിധേനയും പുതിയൊരു ഡിഷ് ഉണ്ടാക്കി ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാനായിട്ട് അവൻ അവന്റെ മനസ്സിൽ അവളോടായിട്ട് പറയുന്നതായിട്ടും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷന് പ്രിപ്പയർഡ് ആവാനായിട്ട് നിൽക്കുന്ന യൊഞ്ചിയെയും ഒരു ഭാഗത്ത് അവൾ ജയിച്ച് കാണാനായിട്ട് നിൽക്കുന്ന കിങ്ങിനെയും മറുഭാഗത്ത് തോപ്പിക്കാനായിട്ട് നിൽക്കുന്ന ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെയും മുഗ്ജുവിനും ഒക്കെ കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. Till then, take care and bye-bye.